ആവേ മരിയ പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റിനി. ഞാൻ മെഹബുള്ളയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 മെയ് 17 ആദ്യമായിട്ട് അഖണ്ഡ ജപമാലയിൽ വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തിരുന്നു. ഞാൻ നിയോഗം എഴുതി വെച്ചിരുന്നു. ബാബു ബ്രദറിനോട് പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കാൻ. എനിക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇന്ദു എന്ന് പറഞ്ഞ ചേച്ചിക്കും പ്രൊമെട്രിക് എക്സാം ആയിരുന്നു 23-ാം തീയതി 25-ാം തീയതി. ഞങ്ങൾ രണ്ടുപേരും പാസ്സാവാൻ വേണ്ടിയായിരുന്നു ബാബു ബ്രദറിനോട് പറഞ്ഞതും നിയോഗം എഴുതി വെച്ചിരുന്നതും. എന്തായാലും ക്രിസ്മസിന് അമ്മ മാതാവും ദേവകുമാരനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്ന സമ്മാനമായിട്ടാണ് കരുതുന്നത്. ഞങ്ങൾ രണ്ടുപേരും നല്ല മാർക്കോടുകൂടെ ഞങ്ങൾ രണ്ടുപേരും പാസ്സായി. പിന്നെ അതുകൂടാതെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാൻ വന്നതിന് ശേഷം എനിക്ക് പ്രാർത്ഥനയിൽ മടുപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ദൈവമാതാവ് എന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. പിന്നെ എനിക്ക് ആൾക്കാർ കൂടുമ്പോൾ പ്രാർത്ഥിക്കാൻ മടിയായിരുന്നു. അവരെന്ത് വിചാരിക്കുമെന്ന് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ആരെന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ആരുടെ മുമ്പിലും പ്രാർത്ഥിക്കാൻ ഒരു മടിയുമില്ല. പിന്നെ എൻ്റെ അനിയൻ്റെ കല്യാണം നടക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ അനിയൻ്റെ കല്യാണം നടന്നു. പിന്നെ എനിക്ക് വിസ അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും 3 ദിവസത്തെ ഗ്യാപ്പിൽ എൻ്റെ വിസ അടിച്ച് എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് 5 ദിവസത്തെ എമർജൻസി ലീവ് എടുത്ത് നാട്ടിൽ പോകാനും എനിക്ക് പറ്റി. ഇതെല്ലാം അഖണ്ഡ ജപമാലയിൽ വന്നതിന് ശേഷമാണ് നടന്നതും. അമ്മ മാതാവും ദേവകുമാരനും എനിക്ക് ഇത്രയും അനുഗ്രഹം തന്നതിന് 1000 നന്ദി. അതുകൂടാതെ ബാബു ബ്രദർ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഉപ്പ് തന്നിരുന്നു. ആ ഉപ്പുമായിട്ടാണ് ഞാൻ എക്സാമിന് പോയിരുന്നതും. വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ തേച്ചിട്ടാണ് ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തതും. എന്തായാലും എനിക്ക് നല്ല ടഫായിരുന്നു എക്സാം. സിസ്റ്റത്തിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ കരയുമായിരുന്നു. ലാസ്റ്റ് 15 മിനിറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലുമായിരുന്നു. എന്നാ വെച്ചാൽ എനിക്ക് ക്വസ്റ്റ്യനും ആൻസർ ഒന്നും അറിയുന്നില്ലായിരുന്നു. എന്നാ വെച്ചാൽ സിസ്റ്റത്തിലേക്ക് തിരിഞ്ഞു നോക്കി പോയാൽ എനിക്ക് അറിയത്തില്ല ആൻസർ കറക്റ്റ് ചെയ്യാൻ. അപ്പം ഞാൻ പോയിട്ടും കാര്യമില്ലാന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എഴുന്നേറ്റ് തിരിച്ചു പോയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു 15 മിനിറ്റ് ഇല്ല, അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചെല്ലാമെന്ന് വിചാരിച്ച് ഞാൻ ആ 15 മിനിറ്റ് ലാസ്റ്റത്തെ വിശ്വാസ പ്രമാണം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി. അതിൻ്റെ ഫലമായിട്ട് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. എന്തായാലും അമ്മ മാതാവിനും ദേവകുമാരനും 1000 നന്ദി.